എനിക്കിതിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയാതെ വയ്യ. നിന്റെ അളിയൻ നീ ഇല്ലാത്ത ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ ആരും അറിയാതെ മീരെ അന്തിക്കൂട്ടിന് വിളിക്കുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. വിനോദിന്റെ ആ വെളിപ്പെടുത്തൽ തലയിലൊരു ബോംബ് വെച്ച് പൊട്ടിച്ചതുപോലെയാണ് സുധിക്ക് തോന്നിയത്. വിനോദേ, എടാ, നീ എന്താ പറഞ്ഞത്? കണ്ണുകൾ നിറച്ചുകൊണ്ടാണ് സുധി അത് ചോദിച്ചത്. അവന്റെ ചുവന്ന കണ്ണുകൾ കാണുകയെ എങ്ങനെ അവനോട് അക്കാര്യത്തെക്കുറിച്ച് പറയൂ എന്നായി പിന്നീട് വിനോദിന്റെ ചിന്ത. ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പോലും ഒരു നിമിഷം അവന് തോന്നിപ്പോയിരുന്നു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. അജയൻ അവൻ മീരയോട് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ അവന്... വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു സുധിക്ക്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവൻ്റെ ചെകിടടിച്ചു പൊളിച്ചേനെ. പിന്നെ നീയില്ലാത്ത സമയത്ത് നിന്റെ ഭാര്യയോട് അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിന്റെ അളിയനെ നിന്റെ വീട്ടിൽ കയറി അടിച്ചാൽ അതിനൂറ്റ നിന്റെ ഭാര്യയ്ക്കായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സംയമനം പാലിച്ചത്. പക്ഷെ ഞാൻ കൊടുക്കേണ്ട അടി അവൾ തന്നെ അവന് കൊടുത്തിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇടപെടാൻ മീരയ്ക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോഴും അവൾ പറഞ്ഞത് ഈ കാര്യം സുധിയേട്ടൻ അറിയണ്ടാന്നാ. അറിഞ്ഞാൽ വിഷമിക്കുമെന്ന്. നിന്റെ ഭാഗ്യമാണ് അവളെപ്പോലെ ഒരു ഭാര്യ. ഒരു വിധത്തിലും നിന്നെ വിഷമിപ്പിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാ കുട്ടി. അതിനെ പിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താതെ നീ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. ഇപ്പോൾ നീ വന്നിരിക്കുന്നത് അമ്മയും മീരയും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളെ തീർക്കാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം തീർത്ത് സേഫായിട്ട് പോകാമെന്ന് നീ കരുതണ്ട. മീര നിന്റെ വീട്ടുകാരുടെ മനസ്സിൽ ഒരു കരട് തന്നെയാണ്. അതൊരിക്കലും ഇനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരിക്കലും നിന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നില്ല. നിന്റെ അമ്മയും സഹോദരങ്ങളും എനിക്കെൻ്റെ സ്വന്തമാണ്. അത് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പക്ഷെ നിന്നെ വിശ്വസിച്ച് നിന്റെ താലിച്ചരടുമായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെണ്ണിനോട് അവർ കാണിക്കുന്നത് നീതിയല്ല. അതാരാണെങ്കിലും തുറന്നു പറയണം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവളെയും വിളിച്ചുകൊണ്ട് വേറെ പോയി താമസിച്ച് കാണിച്ചു കൊടുത്തേനെ. നിന്റെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകണം. ഇനി നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും നിനക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം വരേണ്ടത്. അല്ലാതെ ഇനിയും കിട്ടുന്നത് മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ചെലവഴിച്ച് അവസാനം മണ്ടനായി പോവരുത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും മീര ഇക്കാര്യം നിന്നോട് പറയില്ല. നീ ഇതറിയാതെ പോയാൽ അവരെയൊക്കെ എപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ടാ. അവന്റെ തോളിൽ തട്ടി വിനോദ് പറഞ്ഞു. ഒന്നും മിണ്ടാതെ ചുവന്ന കണ്ണുകളോടെ മറ്റെവിടെയോ നോക്കി നിൽക്കുകയായിരുന്നു സുധി. അവനെ ഈ സംഭവം വല്ലാതെ തകർത്തു കളഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വിനോദിന് സാധിക്കുന്നുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങ്. നമുക്ക് ചെറുതായിട്ട് കവല വരെ ഔട്ടിങ്ങിനൊക്കെ പോകാം. അപ്പോൾ നിന്റെ മനസ്സൊന്ന് ശരിയാകും. ശരി, ഞാൻ പിന്നെ വരാം. അത്രയും പറഞ്ഞ ആ നിമിഷം സുധി വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവന്റെ നിസ്സഹായ അവസ്ഥയും നിറഞ്ഞ കണ്ണുകളും വിനോദിന്റെ മനസ്സിലും വലിയ വേദന നിറച്ചിരുന്നു. സുഹൃത്തായിയല്ല, സഹോദരനായാണ് ഇന്നോളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനസ്സ് പിടയുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഒരു നിമിഷം അവൻ ഓർത്തു. ഒരൽപ്പം അവൻ വേദനിച്ചാലും സത്യം അവൻ തിരിച്ചറിയുന്നത് അവന്റെ ജീവിതത്തിന് നല്ലതാണ് എന്ന് വിനോദ് വിശ്വസിച്ചിരുന്നു. വീട്ടിലേക്കോ ചെന്നപ്പോൾ തന്നെ ഫോണിൽ സുഗന്ധിയോട് സംസാരിക്കുന്ന സതിയാണ് അവൻ കണ്ടത്. ഒന്നും മിണ്ടാതെ അവൻ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ താൽപ്പര്യമില്ലാതെ വീണ്ടും മുറ്റത്തേക്കിറങ്ങി സുധി വന്ന കാര്യം സുഗന്ധിയോട് പറയുന്നുണ്ടായിരുന്നു സതി. അകത്തേക്ക് ചെന്നതും ജനലരികിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന മീരയാണ് അവൻ കാണുന്നത്. മുറിയിലേക്ക് അവൻ കയറിയ നിമിഷം തന്നെ ഡോർ അടച്ചിരുന്നു. ആ ശബ്ദം കേട്ടതും മീര തിരിഞ്ഞു നോക്കി. സുധിയുടെ മുഖത്തെ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്തൊരു സുധിയേട്ടാ? പെട്ടെന്ന് അവന്റെ അരികിലേക്ക് വന്ന് ആ മുഖത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പനി പിടിച്ചോ? മുഖം ചുവന്നിരിക്കുന്നല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുറ്റി? എന്താ സുധിയേട്ടാ കണ്ണ് ഇങ്ങനെ കലങ്ങിക്കിടക്കുന്നത്? ഒരു മിനിറ്റിൽ 100 ചോദ്യങ്ങൾ. തന്റെ മുഖമൊന്ന് മാറിയപ്പോൾ ആവലാതിപ്പെടുന്ന ആ പെണ്ണിനെ കണ്ട് അവന് വീണ്ടും കുറ്റബോധം തോന്നി. അവളോട് നീതി പുലർത്തിയിട്ടുണ്ടോ താൻ? അവളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചല്ലേ തനിക്കൊപ്പം ഒരു ജീവിതത്തിനായി അവൾ ഇറങ്ങി വന്നത്? ഇവിടെ സ്വന്തം അളിയൻ പോലും അവളുടെ മാനത്തിന് വില പറയുന്ന ഒരവസ്ഥയിലേക്ക് താൻ അവളെ കൊണ്ട് ചെന്നെത്തിച്ചല്ലേ? അവൻ തകർന്നു നിൽക്കുകയായിരുന്നു. മീരയെ കണ്ടതും അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ മാറിലേക്ക് ചേർന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരങ്കലാപ്പിലായിരുന്നു ആ നിമിഷം മീരയും. അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ എന്ത് കാര്യത്തിലാണ് അവൻ ഇത്രയും വേദനിക്കുന്നത് എന്നോ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്താ സുധിയേട്ടാ, എന്തിനാ കരയുന്നത്? കാര്യം എന്താണെന്ന് എന്നോട് പറ. ഇങ്ങനെ കരയാനും മാത്രം എന്ത് വിഷമാണ് ഉണ്ടായത്? എൻ്റെ ഭാഗത്തുനിന്ന്
എന്തെങ്കിലും തെറ്റായിട്ടുണ്ടായോ? ആവലാതിയോടെ ചോദിക്കുന്നവളുടെ വായ ആ നിമിഷം തന്നെ പൊത്തിക്കളഞ്ഞിരുന്നു അവൻ. നീ എന്നോട് ക്ഷമിക്കില്ലേ മോളെ? അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നീട് അവളെപ്പോലെ അമ്പരപ്പിച്ചുകൊണ്ട് അവളുടെ കാലുകളിൽ വീണു. ആ നിമിഷം മീര അമ്പരന്ന് പോയിരുന്നു. പെട്ടെന്ന് അവൾ കാലുകൾ അവനിൽ നിന്നും മാറ്റി അകന്നു നിന്നു. ആ നിമിഷം തന്നെ അവൻ